സംഘർഷ സാഹചര്യങ്ങൾക്ക് ശേഷം യുഎഇയിലെ സ്കൂളുകൾ നേരിട്ടുള്ള പഠനവുമായി പ്രവർത്തനം ആരംഭിച്ചു. മികച്ച സുരക്ഷാ നടപടികളോടെയാണ് വിദ്യാർത്ഥികൾ നേരിട്ടുള്ള പഠനത്തിലേക്ക് മടങ്ങിയെത്തിയത്. വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ആദ്യ ദിനം പൂക്കൾ സമ്മാനിച്ചു. അതേസമയം ഇനി അടിയന്തര ഘട്ടം വന്നാൽ എന്തെല്ലാം ചെയ്യാമെന്നുള്ള സുരക്ഷാ ബോധവൽക്കരണം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. US, ഇസ്രായേൽ, ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ മൂലം ഏകദേശം 50 ദിവസത്തെ ഓൺലൈൻ പഠനത്തിന് ശേഷമാണ് UAEയിലെ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച സ്കൂളുകളിൽ എത്തിയത്. സന്തോഷകരമായ അന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ആദ്യ ദിനം കണ്ടുമുട്ടി. ചില സ്കൂളുകളിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ പൂക്കൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്റ്റിക്കറുകളും ചോക്ലേറ്റുകളും നൽകി. ദുബായിലെ മറ്റൊരു സ്കൂളിൽ സ്കൂൾ പ്രിൻസിപ്പൽ തന്നെ നേരിട്ട് സ്കൂൾ ഗേറ്റ് തുറന്ന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്വീകരിച്ചു. This is our first day back after a month of distance learning, given the circumstances. I think for me, I'm very grateful to be back and to see everyone here. സ്കൂളുകളിൽ കുട്ടികൾക്കായി സുരക്ഷാ ഡ്രിൽ നടത്തി. സ്കൂളുകളിലെ സുരക്ഷിത മേഖലകൾ തിരിച്ചറിയാൻ വ്യക്തമാക്കുന്ന അടയാള ബോർഡുകൾ സ്ഥാപിച്ചാണ് ആദ്യ ദിനം തുടങ്ങിയത്. സ്കൂൾ സമയത്ത് എമർജൻസി സൈറൻ മുഴങ്ങിയാൽ എന്ത് ചെയ്യണം എന്നുള്ള ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകി. അപകട സൈറന്റെ ശബ്ദത്തിൽ ടീച്ചർ തന്നെ ശബ്ദമുണ്ടാക്കി വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു. And we have to go to the safe zone. Are you ready? അതേസമയം ചില സ്കൂളുകളിൽ ഇപ്പോഴും ഓൺലൈൻ പഠനമാണ്. അത്തരം സ്കൂളുകൾ ഏപ്രിൽ 27 തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള പഠനത്തിലേക്ക് മാറും. ഇപ്രകാരം ഉയർന്ന ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും നേരിട്ടുള്ള പഠനത്തിന് തയ്യാറായത്. കോവിഡ് കാലത്ത് മാസ്ക് ധരിച്ച് സാമൂഹ്യ അകലം പാലിച്ചപ്പോൾ ഈ സംഘർഷകാലത്ത് സുരക്ഷയും ദേശസ്നേഹവും വർദ്ധിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നത്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, Dubai. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.